Hi everyone, this is me, Casac Benjali. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു മിസ്റ്റേക്കിനെ കുറിച്ചാണ്. വലിയ സ്വപ്നങ്ങളുണ്ട്, എനിക്ക് വലിയ ഗോളുണ്ട്, അതെല്ലാം നടക്കണം. ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ ജീവിതത്തിലേക്ക് നല്ലതിനെ ആകർഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെയെല്ലാം ചെയ്യും, ഗോൾ സെറ്റ് ചെയ്യും, എല്ലാം സെറ്റ് ചെയ്യും. പക്ഷേ പലപ്പോഴും വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ലൈഫിലേക്ക് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റിംഗ് കറണ്ട് റിയാലിറ്റി. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറ്റം പറഞ്ഞതുകൊണ്ട്, ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനെ വെറുത്തത് കൊണ്ട്, ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ കൂടുതൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല. ശരിയാണ്, നിങ്ങൾ ജനിച്ചത് ഒരു താഴ്ന്ന കുടുംബത്തിലാണ്, ദരിദ്ര കുടുംബത്തിലാണ്. നിങ്ങൾ ജനിച്ചത് വലിയ സമ്പന്നനല്ലാതെ അച്ഛൻ്റെയോ അമ്മയുടെ മകനായിട്ടാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല. ശരിയാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ കുടുംബ സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഡിഗ്രിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നല്ലൊരു കോളേജിൽ ഡിഗ്രിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഡൊണേഷൻ കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് വലിയ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, നല്ല സ്ഥലത്ത് ഡൊണേഷൻ കൊടുക്കാത്തതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ നിങ്ങൾക്ക് പരാതി പറയാനുള്ള നൂറുകണക്കിന് കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷെ അതിനെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നല്ല ജോലി ആഗ്രഹമുണ്ട്, പക്ഷെ നിലവിലുള്ള ജോലിയെ വെറുത്തുകൊണ്ടിരിക്കുക, നിലവിലുള്ള ജോലിയെ ശപിച്ചുകൊണ്ടിരിക്കുക. ഈ പണ്ടാരം പിടിച്ച ജോലി, ഈ കഷ്ടം പിടിച്ച ജോലി, ഈ നാശം പിടിച്ച ജോലി എന്ന് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ നശിച്ച വീട്, ഈ നശിച്ച വീട്ടിലേക്ക് ഞാൻ കയറി വന്ന അന്ന് തുടങ്ങിയതാണ് പ്രശ്നം, അല്ലെങ്കിൽ ഇവൻ്റെ തല കണ്ടത് മുതൽ തുടങ്ങിയതാണ് പ്രശ്നം, ഇയാളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് പ്രശ്നം. ഈ വീടാണ് പ്രശ്നം, നീയാണ് പ്രശ്നം, ഭാര്യയാണ് പ്രശ്നം, ഭർത്താവാണ് പ്രശ്നം, അച്ഛനാണ് പ്രശ്നം, അമ്മയാണ് പ്രശ്നം, ഈ ബോസാണ് പ്രശ്നം, കൊളീഗ്സ് ആണ് പ്രശ്നം, ഈ നാടാണ് പ്രശ്നം, പൊളിറ്റിക്സ് ആണ് പ്രശ്നം. പ്രശ്നം പ്രശ്നം പ്രശ്നം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് കാരണങ്ങളുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ഇതിൽ പലതും നമുക്ക് ഇഷ്ടപ്പെടാത്തത് ഉണ്ടാവാം, നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിൽ ഇല്ലാത്തതുണ്ടാകാം. പക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് നിരന്തരമായിട്ട് അതിനെ തന്നെ പഴിച്ചുകൊണ്ടിരിക്കുക, അതിനെ തന്നെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക, ആ സാഹചര്യത്തെ പിന്നെയും പിന്നെയും അതിൻ്റെ പേര് പറഞ്ഞ് പരിഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്, മണ്ടത്തരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മാറണമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണം, ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വർക്ക് ചെയ്യണമെന്ന് നിങ്ങളുടെ വലിയ സ്വപ്നമാണെങ്കിൽ, നിങ്ങളുടെ പരിശ്രമമാണെങ്കിൽ, ഡോണ്ട് റെസിസ്റ്റ് യുവർ കറണ്ട് റിയാലിറ്റി. നിങ്ങൾക്കൊരു റോളും ഇല്ലാതെയാണ് നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് ജനിച്ചത്. ഇറ്റ്സ് നോട്ട് യുവർ മിസ്റ്റേക്ക് മൈ ഡിയർ. അതിനെ കുറെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ലോകത്തിൽ വലിയ സമ്പന്നർക്ക് ജനിച്ച എല്ലാവരും സമ്പന്നനായിട്ടൊന്നുമില്ല മരിച്ചിട്ടുള്ളത്. നല്ല വിദ്യാഭ്യാസം കിട്ടിയ എല്ലാവരും ഭയങ്കര വിജയവുമായിട്ടില്ല. കാണാൻ ഭംഗിയുള്ള ഭാര്യയോ ഭർത്താവിനെയോ കിട്ടിയത് കൊണ്ട് ലോകത്തിലാരും വലിയ സംഭവമായിട്ടൊന്നുമില്ല. മറിച്ച് ഉള്ളതിൽ തൃപ്തിപ്പെട്ട്, മൈ ഗോഡ്, അറ്റ്ലീസ്റ്റ് ഐ ഹാവ് ദിസ്, അറ്റ്ലീസ്റ്റ് എനിക്കൊരു ഫാദറുണ്ട്, ഞാൻ അനാഥനായിട്ടല്ലല്ലോ ജനിച്ചത് എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ കുട്ടിക്കാലത്തൊക്കെ വീട്ടിൽ കളിച്ച്, വീടിൻ്റെ പരിസരത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ കളിച്ച് മലർന്നടിച്ച് വീണ് കാലിൻ്റെ മുട്ടൊക്കെ പൊട്ടി അല്ലെങ്കിൽ മുറിവൊക്കെ ഉണ്ടായിട്ട് കരഞ്ഞലച്ച് വരുമ്പോൾ വീടിനകത്ത് നമ്മളെ ചേർത്ത് നിർത്തിയിട്ട് സാരമില്ല മോനെ എന്ന് പറയാൻ അമ്മ ഇല്ലായിരുന്നു എന്നതിനേക്കാളും വലിയ നഷ്ടം ജീവിതത്തിൽ വേറെന്താണുള്ളത്? അങ്ങനെയുള്ള ആളുകളില്ലേ? അനാഥനായി ജനിച്ച എത്ര പേരുണ്ട്? അമ്മയുടെ മുഖം പോലും ഒന്ന് കാണാൻ കഴിയാതെ പോയ എത്ര മനുഷ്യരുണ്ട്? നിങ്ങൾക്ക് അമ്മയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അച്ഛനുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കുട്ടിക്കാലത്തിലൊക്കെ ആരെങ്കിലും ചേർത്ത് നിർത്താൻ ഒരാളുണ്ടെങ്കിൽ യു ആർ ലക്കി. നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. നമുക്കുള്ളതിലേക്ക് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് ജോലി നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആകാതെ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് നല്ലൊരു ജോലി നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് നിലവിലുള്ള ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ എന്നാണോ തൃപ്തനാകുന്നത്, എന്നാണോ അതിന് ദൈവത്തോട്, പ്രപഞ്ചത്തോട് നന്ദി പ്രകാശിപ്പിക്കാൻ തുടങ്ങുന്നത്, അന്ന് മുതലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലത് വന്നുകൊണ്ടിരിക്കുക. സോ കംപ്ലൈൻറ്റ് പറയാതിരിക്കുക. നിലവിലുള്ള സാഹചര്യം മോശമായിരിക്കും, ഗവൺമെൻറ് മോശമായിരിക്കും, സാഹചര്യങ്ങൾ മോശമായിരിക്കും. ഇതിനെല്ലാം ഉള്ളിലും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു 100 കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ലേ? ഫോക്കസ് ഓൺ ദാറ്റ്.
Focus on the happy things, focus on the grateful things and feel grateful inside. Happy ആയിരിക്കുക, സന്തോഷം ഫീൽ ചെയ്യുക, എനർജറ്റിക് ആയിരിക്കുക. Feel the change inside. Of course, you can see the change outside. When you feel change inside, you can easily feel the change outside. Don't regret what you have. Feel grateful what you have. Then you will have a different life within you. Thank you. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ലോ ഓഫ് അട്രാക്ഷനിലൂടെ സ്വന്തമാക്കണമെന്ന് നിങ്ങളുടെ വലിയ സ്വപ്നമാണെങ്കിൽ, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടതെല്ലാം സ്വന്തമാക്കേണ്ടതെന്നൊന്നും അറിയില്ല. എങ്ങനെയെങ്കിലും എനിക്ക് നേടണം എന്നൊക്കെ നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ 32 ദിവസം കൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ സമ്പൂർണ്ണമായി പഠിച്ച് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രാക്ടിക്കൽ കോഴ്സാണ് ബെഞ്ചാലി അക്കാഡമിയുടെ 32 ദിവസം നീണ്ടു നിൽക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ്. ഇതൊരു തിയറി കോഴ്സ് അല്ല, ഒരു പുസ്തകം വായിക്കുന്നത് പോലെയുമല്ല, മറിച്ച് ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോൾ എങ്ങനെ നേടാം, നിങ്ങളുടെ കഴിവിനും അഭിരുചിക്കും അനുസരിച്ച് ഒരു വർഷത്തിനപ്പുറത്ത് നിങ്ങൾ നേടേണ്ട ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യാം, അതിന് ഏത് രീതിയിലുള്ള ഹാബിറ്റാണ് നമ്മൾ ഡെയിലി ഫോളോ ചെയ്യേണ്ടത്, ഏത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് ഫോളോ ചെയ്യേണ്ടത് തുടങ്ങിയ ഓരോ കാര്യങ്ങളും ഓരോ ദിവസത്തേക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന, പഠിപ്പിച്ചു തരുന്ന പ്രോഗ്രാമാണ് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ്. സാധാരണ നിങ്ങൾ കേട്ട വായിച്ചറിഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല, പ്രാക്ടിക്കലായിട്ട് പ്രാക്ടീസിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാൻ നിങ്ങളെ പരിശീലിപ്പിക്കുന്ന 32 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. ഈ 32 ദിവസത്തിലൂടെ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്ന എനർജി ഫ്ലോ നിങ്ങളുടെ ഗോളിലേക്ക് സമ്പൂർണ്ണമായിട്ടും ഫാസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് 32 ഡേയ്സ് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോഴ്സാണ് വെൽത്ത് മാസ്റ്ററി കോഴ്സ്. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് എത്രയാണെങ്കിലും അത് നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കാനും, നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നം, മണി ബ്ലോക്കുകൾ നിങ്ങളിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങളെ പോകാൻ സഹായിക്കുന്ന കോഴ്സാണ് 30 ദിവസം നീണ്ടു നിൽക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുള്ള പ്രാക്ടിക്കലായിട്ടുള്ള വെൽത്ത് മാസ്റ്ററി കോഴ്സ്. ഈ 2 കോഴ്സുകളെ കുറിച്ചും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങൾക്ക് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ തരും. അതെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം കോഴ്സിൻ്റെ പാട്ടായാൽ മതി. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ താഴെ ലൈക്ക് ബട്ടൺ അമർത്തുക. ഒരിക്കലും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ അമർത്തുക തന്നെ വേണം. ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ടതിന് നന്ദി, ഷെയർ ചെയ്തതിന് നന്ദി. താങ്ക് യു. ഞാൻ കസാക് ബെൻജാലി.